നീലക്കുറിഞ്ഞി മേഖലയിൽ മരം മുറിക്കാനുള്ള റവന്യൂ വകുപ്പ് ഉത്തരവിന് തടയിട്ട് ദേവികുളം സബ് കളക്ടർ രേണുരാജ്. സർക്കാർ ഭൂമിയിലെ മരം മുറി തടയാൻ കളക്ടർ പോലീസിന് നിർദ്ദേശം നൽകി. വട്ടവടയിൽ സബ് കളക്ടറുടെയും വനിതാ വൈൽഡ് ലൈഫ് വാർഡന്റെയും കോലം കത്തിച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചു. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് കൊട്ടക്കാമ്പൂർ അടക്കമുള്ള വില്ലേജുകളിൽ മരം മുറിക്ക് റവന്യൂ വകുപ്പ് അനുമതി നൽകിയത്. എന്നാൽ തൊട്ടു പിന്നാലെ ഇതിനെതിരെ വനം വകുപ്പ് രംഗത്തെത്തി. മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡൻ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലകളിലെ സർക്കാർ ഭൂമിയിലെ മരമുറി തടയണമെന്ന് ദേവികുളം സബ് കളക്ടർ രേണുരാജ് പോലീസിന് നിർദ്ദേശവും നൽകി. ഇതോടെയാണ് വട്ടവടയിൽ നാട്ടുകാർ സബ് കളക്ടർക്കെതിരെ രംഗത്തെത്തിയത്. മരമുറിക്കാൻ നൽകിയ സർക്കാർ ഉത്തരവ് സബ് കളക്ടർ അട്ടിമറിക്കുകയാണെന്നാരോപിച്ച് നാട്ടുകാർ രേണുരാജിന്റെ കോലം കത്തിച്ചു. വട്ടവട, കൊട്ടക്കാമ്പൂർ അടക്കമുള്ള വില്ലേജുകളിൽ പട്ടയ സ്ഥലങ്ങൾക്ക് പുറത്താണ് ഗ്രാൻഡിസ് മരങ്ങളിൽ ഏറിയ പങ്കും. കൈവശരേഖകൾ ഉള്ളവരും ഇല്ലാത്തവരും കൃഷിയിൽ ഏർപ്പെട്ടിട്ടുമുണ്ട്. സർക്കാർ ഭൂമി കയ്യേറിയവരും ഇക്കൂട്ടത്തിലുണ്ട്. സബ് കളക്ടറുടെ ഉത്തരവനുസരിച്ച് മരമിട്ടും സ്ഥലം സർക്കാരിൻ്റെതല്ലെന്ന് വ്യക്തമാക്കാൻ ഭൂമി സംബന്ധമായ രേഖകൾ ഹാജരാക്കേണ്ടി വരും. ഇതോടെയാണ് കളക്ടർക്കും വൈൽഡ് ലൈഫ് വാർഡിനുമെതിരെ നാട്ടുകാർ രംഗത്തെത്തിയത്. മറ്റന്നാളാണ് മരംവെട്ടിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത്. ന്യൂസ് 18 മൂന്നാർ. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, റവന്യൂ വകുപ്പിന്റെ ഉത്തരവ് ഇറങ്ങിയെങ്കിലും വൈൽഡ് ലൈഫ് വാർഡന്റെ കത്ത് പരിഗണിച്ചാണ് കളക്ടർ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ആളുകൾ കളക്ടർക്കെതിരെ പ്രതിഷേധിക്കുന്നത് എന്തുകൊണ്ടാണ്? രേണുക, 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വട്ടവട അടക്കമുള്ള 5 നാട് പ്രദേശങ്ങളിൽ, അതായത് കീഴാന്തൂർ, കൊട്ടക്കാമ്പൂർ, വട്ടവട അടക്കമുള്ള സ്ഥലങ്ങളിൽ ഗ്രാൻഡിസ് മരങ്ങൾ മുറിക്കുന്നതിനുള്ള അനുമതി റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നും നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ മരം മുറിക്കൽ നടപടികൾക്കെതിരെ അല്ലെങ്കിൽ ഈ അനുമതി നൽകിയതിനെതിരെ വനംവകുപ്പ് രംഗത്തെത്തുകയും വനംവകുപ്പ് വൈൽഡ് ലൈഫ് വാർഡൻ ലക്ഷ്മി ദേവികുളം സബ് കളക്ടർക്ക് സംബന്ധിച്ച് കത്ത് നൽകുകയും ചെയ്തു. ഇതേ തുടർന്നാണ് പോലീസിന് ഒരു നിർദ്ദേശം സബ് കളക്ടറുടെ ഭാഗത്തു നിന്നും നൽകിയിരിക്കുന്നത്. സർക്കാർ ഭൂമിയിലെ മരം മുറിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തണം, അത്തരത്തിൽ ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്യണം എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ സബ് കളക്ടർ നൽകിയിരുന്നു. ഒപ്പം എല്ലാ ചെക്ക് പോസ്റ്റുകളിലും സുരക്ഷ കർശനമാക്കണമെന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും പട്രോളിംഗ് നടത്തണമെന്നും അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ദേവികുളം സബ് കളക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായ നടപടികൾ കൃത്യമാണ്. കാരണം സർക്കാർ ഭൂമിയിൽ മരം മുറിച്ചാൽ അത് തടയണം എന്ന ഉത്തരവാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ സാങ്കേതികമായി ഇത് ജനങ്ങൾക്കുണ്ടാക്കുന്ന പ്രശ്നം, ഈ വട്ടവട, കോവിലൂർ അടക്കമുള്ള സ്ഥലങ്ങളിലെ ഭൂരിഭാഗം സ്ഥലങ്ങളും ആളുകൾക്ക് രേഖയുള്ള സ്ഥലങ്ങളല്ല. കൈവശ ഭൂമിയായും ഒപ്പം മറ്റ് തരിശിടങ്ങളായും കിടക്കുന്ന സ്ഥലങ്ങളിൽ കൃഷി നടത്തി പിന്നീട് ഗ്രാൻഡിസ് വെട്ടിമാറ്റി ഉപജീവനം കഴിയുന്നവരാണ്. മറ്റൊരു വിഭാഗം കയ്യേറ്റക്കാരും ഇത്തരം സ്ഥലങ്ങൾ, സർക്കാർ സ്ഥലം കയ്യേറി കൃഷി ചെയ്ത് മരങ്ങൾ വെട്ടുന്നവരുമുണ്ട്. ഇപ്പോൾ ഈ ദേവികുളം സബ് കളക്ടറുടെ ഉത്തരവ് അനുസരിച്ച് ഇവർക്ക് മരം വെട്ടണമെങ്കിൽ വില്ലേജ് ഓഫീസറുടെ പ്രത്യേക അനുമതി വേണം. അനുമതിക്കായി കർഷകർ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഭൂമിയുമായി ബന്ധപ്പെട്ട കൈവശരേഖ അല്ലെങ്കിൽ പട്ടയരേഖ എന്നിവ അടക്കമുള്ള ഹാജരാക്കേണ്ട ഒരു സാഹചര്യം വരും. ഈ വട്ടവടയിലേക്ക് ഭൂരിപക്ഷം കർഷകർക്കും ഒരുപക്ഷെ ഇത്തരം രേഖകൾ സമർപ്പിക്കാൻ കഴിയില്ല എന്നാണ് പഞ്ചായത്ത് അധികൃതർ അടക്കം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ വ്യാപകമായ ഒരു പ്രതിഷേധം സബ് കളക്ടർക്കും വൈൽഡ് ലൈഫ് വാർഡനും എതിരെ ഉയർന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്ന് വട്ടവടയിൽ ഇരുവരുടെയും കോലം കത്തിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾ ഇനി അവിടെ അരങ്ങേറും എന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. മറ്റന്നാളാണ് മരമുറിക്കലിന്റെ ഔദ്യോഗികമായ അനീഷ്, ഇപ്പോൾ വട്ടവട പഞ്ചായത്ത് പ്രസിഡന്റ് രാംരാജ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ രാംരാജ്, മാർച്ച് 4 മുതൽ മരം മുറി തുടങ്ങും എന്നാണ് താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞിരുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കളക്ടറുടെ ഇടപെടൽ, ഒപ്പം വൈൽഡ് ലൈഫ് വാർഡന്റെ കത്ത് പരിഗണിച്ചാണ് കളക്ടറുടെ ഇടപെടൽ. ആ ഒരു സാഹചര്യത്തിൽ ഈ മരം മുറി ഇനി ആരംഭിക്കാൻ കഴിയുമോ? ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഞങ്ങള് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും ബന്ധപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സബ് കളക്ടർ ചെയ്യേണ്ടത് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ പ്രായോഗികമായി അവിടെ എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെ ഗവൺമെന്റിന്റെ ഉത്തരവ് നടപ്പാക്കാം എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ പഠിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ജില്ലാ കളക്ടർ അല്ലെങ്കിൽ ഉത്തരവിറങ്ങിയ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കളഞ്ഞാലോചിക്കാതെയാണ് ഈ 26/2/2019 സബ് കളക്ടർ നിരോധിച്ചുകൊണ്ടുള്ള പെട്രോളിയം അടക്കം അവിടെ ഉള്ള ചെക്ക് പോസ്റ്റുകളടക്കം വളരെ നിരീക്ഷണത്തിലാക്കിക്കൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്.
ഇത് തീർച്ചയായും വട്ടവടയിലെ ജനങ്ങളുടെ ഒരു ആശങ്ക. ഏതാണ്ട് 4 കൊല്ലമായി മരം വെട്ടാൻ സാധിക്കാതെ വന്ന ഈ പാവങ്ങള് ഈ LDF സർക്കാർ വന്നതിന് ശേഷം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വളരെ വ്യക്തമായി തന്നെ 5-6 പ്രാവശ്യം ഒരു മീറ്റിംഗ് കൂടിയിട്ടാണ് ഈ തീരുമാനമെടുത്തത്. ആദ്യം 10/5/2018 ഒരു ഉത്തരവിറങ്ങി. അത് പിഴുതു മാറ്റണമെന്നുള്ള ഉത്തരവാണ് ഇറങ്ങിയത്. പിഴുതു മാറ്റണമെന്നുള്ള ഉത്തരവ് അത് ശാസ്ത്രമായി നടപ്പാക്കാൻ പറ്റത്തില്ല എന്ന് ശാസ്ത്രജ്ഞന്മാരടക്കം ജില്ലാ കളക്ടർ അടക്കം റിപ്പോർട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് 11/2/2019 പിഴുതു മാറ്റുന്നതിന് പകരം വെട്ടി മാറ്റണമെന്ന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ വേണു അവർകളാണ് ഉത്തരവിറക്കിയത്. ആ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവ് നടപ്പാക്കുകയാണ് സബ് കളക്ടർ വേണ്ടത്. അതിന്റെ പകരം ഇത് ഇല്ലാതാക്കാൻ വേണ്ടി നമ്മുടെ ഫോറസ്റ്റ് വെല്ലൈ വാർഡന്റെ ഒരു കത്ത് മാത്രം കിട്ടിയതിനു ശേഷം വട്ടവടയിലെ ജനങ്ങള് ഭീകരവാദികളെ പോലെ അല്ലെങ്കിൽ ഒരു ഭീകരവാദ സംഘം വരുന്നത് പോലെ അവരെ നിരീക്ഷിക്കാനും പെട്രോളിയം ഏർപ്പെടുത്താനും രാത്രിയും പകലും പോലീസും ബാക്കിയെല്ലാം ചുറ്റി സഞ്ചരിക്കാനും മരം മുറിക്കാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും സബ് കളക്ടറുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഇത് ശക്തമായി ജനങ്ങൾക്കിടയിൽ പ്രതിഷേധത്തിന് ഇരയാക്കിയിട്ടുണ്ട്. ഇന്ന് അതുകൊണ്ടാണ് നാട്ടുകാർ മുഴുവനും എല്ലാ ആൾപ്പാർട്ടി സർവകക്ഷിയും ചേർന്നാണ് ഇന്ന് പ്രതിഷേധ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിങ്കളാഴ്ച മുഖ്യമന്ത്രി അടക്കമുള്ള റവന്യൂ മന്ത്രി അടക്കമുള്ള ആളുകളെ കാണാൻ വേണ്ടി ഇവിടെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും ശരി, അതെ, ഇതിൽ വ്യക്തതയാണല്ലോ വേണ്ടത്. ഇവിടെ വ്യാജ പട്ടയമാണെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ മരമുറി ഉൾപ്പെടെ നിരോധിച്ചിരുന്നത്. ആ ഉത്തരവ് മറികടന്നത് തന്നെ വലിയ വിവാദമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പട്ടയം സംബന്ധിച്ച് ഉള്ള ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള നടപടിക്രമങ്ങൾ നടന്നു വരികയുമാണ്. അത് പൂർത്തിയാകുന്നതിന് മുൻപ് ഈ മരം മുറിക്കാനുള്ള അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് എങ്ങനെ ഇറങ്ങി എന്നത് സംബന്ധിച്ച് തന്നെ വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ കളക്ടർക്കെതിരെ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധം അഴിച്ചുവിടേണ്ട കാര്യം എന്താണ്? യഥാർത്ഥത്തിൽ ഗവൺമെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇറക്കിയ ഉത്തരവിന്റെ ക്ലാരിഫിക്കേഷനാണ് ചെയ്യേണ്ടത്. കാര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് സബ് കളക്ടറുടെ പ്രതിഷേധമായിട്ട് വന്നത്. പിന്നെ പട്ടയത്തിന്റെ കാര്യം യഥാർത്ഥത്തിൽ തുടങ്ങിയിട്ട് ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്തിൽ തന്നെ കുടിയേറിയവരാണ്. ഇവിടെ 3-4 ഘട്ടങ്ങളായി പട്ടയം ലഭിച്ചിട്ടുള്ളവരുണ്ട്. ഈ പട്ടയഭൂമിയിൽ മരം മുറിക്കാൻ നീലക്കുറിഞ്ചി ശേഖരിയുടെ ഉത്തരവിനകത്ത് തന്നെ കൊണ്ട് പട്ടയഭൂമി വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുണ്ട്. എന്നാൽ പട്ടയമുള്ള ഭൂമിയിൽ മരം മുറിക്കുന്നതിന് ഇപ്പോഴും ബുദ്ധിമുട്ടില്ലല്ലോ. എന്നാൽ ഇത് പ്രാബല്യത്തിൽ വരുമ്പോൾ പട്ടയം മാത്രമല്ല ഒരു സ്ഥലത്ത് മരം മുറിക്കാൻ 4 കൊല്ലമായി നമുക്ക് സാധിച്ചില്ലല്ലോ. ഇപ്പോൾ കളക്ടർ ഇടപെട്ടിരിക്കുന്നത് സർക്കാർ ഭൂമിയിലുള്ള മരം മുറി തടയണമെന്നാവശ്യപ്പെട്ട് തന്നെയല്ലേ? പളത്തിൽ ഇവിടെ വട്ടവട ഗ്രാമപഞ്ചായത്ത് മാത്രമല്ല 5 നാട്ടിൽ പളത്തിൽ എല്ലാവരും പറയുന്നത് സർക്കാർ ഭൂമി എന്നാണ്. പക്ഷെ ഞങ്ങൾ സബ് കളക്ടറോട് പറയുന്നത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഉത്തരവ് വന്നപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് ഗവൺമെന്റിനോട് ഒരു വ്യക്തത ഉണ്ടാക്കിക്കൊണ്ട് വേണം ഈ ഉത്തരവ് ഇറക്കാൻ. ആ വ്യക്തതകളും ഉണ്ടാക്കാൻ സമയം കൊടുക്കാതെ അല്ലെങ്കിൽ ഇവിടെ ഉള്ള മുഴുവൻ ആളുകളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു മീറ്റിംഗ് പോലും വിളിച്ചു കൂട്ടാതെ ഈ ഉത്തരവിനെതിരെ സ്റ്റേ ചെയ്തതാണ് ആളുകളെ പ്രലോഭിക്കാൻ കാരണം. ശരി, അനീഷ്, എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? തോട്ടങ്ങളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കാൻ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടപടികൾ തുടർന്നു വരികയാണ്. അതിനിടയിലാണ് റവന്യൂ വകുപ്പിന്റെ ഇത്തരത്തിലൊരു ഉത്തരവ് വരികയും കാര്യങ്ങൾ ആകെ കലുഷിതമാകുന്ന സാഹചര്യത്തിലേക്ക് പോവുകയും വനം വകുപ്പ് മറിച്ചൊരു ഉത്തരവ് ഇറക്കുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടാകുന്നത്. എവിടെയാണ് ഇത് തിരുത്തപ്പെടേണ്ടതെന്ന് കരുതുന്നു? രേണുക നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യത്തിൽ തന്നെ ഇതിൻ്റെ ഉള്ളടക്കമുണ്ട്. കാരണം മൂന്നാറിലെ ഭൂമി പ്രകൃതിയിൽ പ്രത്യേകിച്ചും വട്ടവട, കൊട്ടക്കാമ്പൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നീലക്കുറിഞ്ഞി സാങ്ച്വറിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയായിരുന്നു. ഇവിടെ വലിയ കയ്യേറ്റങ്ങൾ ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. പ്രത്യേകിച്ചും ജോയിസ് ജോർജ് MP-യുടെ പേരിൽ പോലും കയ്യേറ്റങ്ങൾ ആരോപിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഈ പല കയ്യേറ്റങ്ങൾ ആരോപിക്കപ്പെടുമ്പോഴും കൃത്യമായ ഭൂരേഖകൾ റവന്യൂ അധികൃതർക്ക് ഹാജരാക്കാൻ ഇവരിൽ പലർക്കും കഴിയുന്നുമില്ല. നേരത്തെ വട്ടവട പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചത് തന്നെ ഇവിടെ 90% ഭൂമിയും സർക്കാർ ഭൂമി എന്ന രീതിയിൽ
സ്ഥിതിയിൽ തന്നെയാണ് കിടക്കുന്നത്. പലരും കൈവശ രേഖയുടെ പിൻബലത്തിലും അല്ലെങ്കിൽ കൈവശ രേഖകൾ ഇല്ലാതെയും മറ്റുമൊക്കെ ഇവിടെ പലതരത്തിലുള്ള കൃഷികളിൽ ഏർപ്പെട്ടു പോരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതിൽ സാധാരണ വട്ടവടയിലെ കൃഷിക്കാരുണ്ടാവാം, കോതമംഗലത്തും പെരുമ്പാവൂരും നിന്നൊക്കെ അടക്കമുള്ള കയ്യേറ്റക്കാരായി അവിടെ ചെന്ന് കൃഷി ചെയ്യുന്ന ആളുകളും ഉണ്ടാവാം. ഇത്തരത്തിൽ കൃത്യമായ ഒരു റവന്യൂ രേഖ മിക്ക ആളുകളുടെ കൈവശവും ഇല്ല എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് രേണുരാജ് സർക്കാർ ഭൂമിയിലെ മരമുറി മാത്രമാണ് തടയുന്നതെങ്കിൽ പോലും ഈ മരം മുറിക്കാൻ അപേക്ഷ നൽകുന്നവരിൽ പലർക്കും കൃത്യമായി തൃപ്തികരമായ ഭൂരേഖകൾ സമർപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. 80%-ലധികം ആളുകൾക്കും ഒരുപക്ഷെ ഇത്തരത്തിൽ കൃത്യമായ രേഖകൾ സമർപ്പിച്ച് മരമുറിക്കുള്ള അപേക്ഷ തേടാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നാട്ടുകാർ ഒന്നടങ്കം ഇതിനെ എതിർക്കുന്നതും. എന്തായാലും നാട്ടുകാരുടെ പിന്നിൽ ഇത്തരത്തിൽ കയ്യേറ്റ ലോബികളും ഒപ്പം മറ്റ് പാർട്ടി പ്രതിനിധികളും എല്ലാം അടക്കം ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വട്ടവട പഞ്ചായത്ത് ഭരിക്കുന്നത് തന്നെ CPM ആണ്. രാംരാജ് അടക്കമുള്ള ആളുകൾ CPM-ന്റെ പ്രതിനിധികളാണ്. നേരത്തെ റവന്യൂവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നമ്മൾ മൂന്നാറിൽ കണ്ടതാണ്. പഞ്ചായത്തിന് കെട്ടിടം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട എസ് രാജേന്ദ്രൻ MLA അടക്കമുള്ള ആളുകൾ സബ് കളക്ടർക്കെതിരെ തിരിയുന്നത് നമുക്ക് കണ്ടാണ്. ഇതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായി തന്നെ വേണം ഇന്ന് വട്ടവടയിൽ നടന്ന പ്രതിഷേധത്തെയും കണക്കുകൂട്ടാൻ. രേണുക. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കളക്ടർക്കെതിരെയാണ് ഇപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധം. നീലക്കുറിഞ്ഞി മേഖലയിൽ മരം മുറിക്കാനുള്ള റവന്യൂ വകുപ്പ് ഉത്തരവിന് തടയിട്ട ദേവികുളം സബ് കളക്ടർക്കെതിരെ നാട്ടുകാർ തിരിഞ്ഞിരിക്കുന്നു എന്ന് വേണം കരുതാൻ. സർക്കാർ ഭൂമിയിലെ മരമുറി തടയാൻ കളക്ടർ പോലീസിന് നിർദ്ദേശം നൽകിയ സാഹചര്യത്തിൽ വട്ടവടയിൽ സബ് കളക്ടറുടെയും വനിതാ വൈൽഡ് ലൈഫ് വാർഡന്റെയും കോലം കത്തിച്ചാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് MS അനീഷ് കുമാർ നൽകിയത്. ഇതിനോടുള്ള പ്രതികരണമാണ് വട്ടവട പഞ്ചായത്ത് പ്രസിഡന്റ് രാംരാജ് നൽകിയത്.